ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചെമ്മീനിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീൻ നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 തക്കോലം, 2 ഏലക്കായ, 2 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ ബേ ലീഫ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ്, ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നെയ്യിൽ ആ ബസ്മതി റൈസ് ഒരു 1-1.5 മിനിറ്റോളം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഒന്നും കുഴഞ്ഞു പോവാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെയ്യിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കതിലോട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ റൈസിനും എടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഒരു പൊടി കൂടുതലായിട്ട് നിൽക്കണം. നമ്മുടെ വെള്ളത്തിൽ ഉപ്പ് ഒരു പൊടി കൂടുതലായിട്ട് നിൽക്കണം. എന്നാൽ ഒത്തിരി കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഒരു പൊടി കൂടുതലായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമാണ് വെന്ത് വരുമ്പോൾ റൈസിൽ ഉപ്പുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നു. കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അരി ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെയാണ്, റൈസൊന്നും ഒട്ടിപ്പിടിക്കാതെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പതിയെ നമുക്കതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് മൂടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കുന്നതിനായിട്ട് 2 ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞത് ഒരു ചതക്കണ കല്ലിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 4 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചതയ്ക്കാനായിട്ടുള്ള കല്ലില്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് വിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. നന്നായി അരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മുടെ മസാലയിലോട്ട് വേണ്ടത് സവാളയാണ്. സവാള ഞാനിവിടെ 4 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. ഇനി നമുക്കതിൻ്റെ തൊലി കളഞ്ഞിട്ട് കനം കുറച്ച് വളരെ നൈസായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ സവാളയെല്ലാം കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുന്തിരി ചേർക്കുന്നില്ല, കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ആ 2 ടേബിൾ സ്പൂൺ ഓയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ടൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. ഇനി ആ കാഷ്നട്ട് വറുത്തിട്ടുള്ള സെയിം പാത്രത്തിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം.
അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കരിഞ്ഞൊന്നും പോവില്ല. നല്ല ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് ആ ഒരു സവാള വറുത്ത് കിട്ടും. അപ്പോൾ ഇതാ ഒരു ട്രിപ്പിലുള്ള നമ്മുടെ സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള സവാളയും നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഒത്തിരി കരിഞ്ഞു പോകരുത്. അപ്പോൾ ആ ഒരു സവാളയുടെ കരിഞ്ഞ ടേസ്റ്റ് നമ്മുടെ ബിരിയാണിയിലോട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കണം. എണ്ണ നന്നായിട്ട് വാർത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ സവാള വറുത്തിട്ടുള്ള പാത്രത്തിലോട്ട് കടായിലോട്ട് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറി നന്നായി ഒന്ന് മുരിഞ്ഞ് വരുന്നതുവരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായി മുരിഞ്ഞ് വന്നു. ഇനി അതിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടികൾ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിലെ ഓയിലിൻ്റെ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നു. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയുമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സവാള മുഴുവനായിട്ടും ഇതിലേക്ക് മുഴുവൻ ചേർത്ത് കൊടുക്കേണ്ട. നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷമുള്ള ബാക്കി മുഴുവനും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കണം. എന്നിട്ടൊരു മൂടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ ആ ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി ചെറിയ ചാറോട് കൂടിയിട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കിട്ടും. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി എരിവ് കുറവായി തോന്നി. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കടായിയുടെ അടിഭാഗത്ത് ആ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിന് മുകളിൽ നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ ലെയറായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് കുറേശ്ശെയായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും അതുപോലെ സവാളയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് മൂടി വെച്ച് അടച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേവറും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇനി ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിന്നും പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മസാലയൊക്കെ ഈ ഒരു ബിരിയാണിയിലോട്ട് കറക്റ്റാണ്. ഒത്തിരി കൂടുതലല്ല, എണ്ണയോ ഓയിലോ ഒന്നും കൂടുതലല്ല, നെയ്യൊന്നും കൂടുതലല്ല. ആ മസാല നമ്മുടെ റൈസിലോട്ട് കറക്റ്റാണ് കേട്ടോ. ഒത്തിരി മസാലയായി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി റൈസിലേക്ക് കറക്റ്റായിട്ടുള്ള മസാലയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.